ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്വാഗതം പറയാൻ ഇന്ന് ചിന്നു അല്ല പൊണ്ണു കേട്ടോ. അപ്പോൾ ഓള് വിരുന്ന് എന്നതാണ്. അപ്പോൾ ഓളും ഉണ്ട് ഇവിടെ. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഫുള്ള് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക അല്ലേ. അപ്പോൾ എന്താ എല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞമ്മക്കും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖം. അപ്പം ഇന്ന് ഞങ്ങളൊരു സർപ്രൈസും കൊണ്ട് വന്നതാണ്. തമ്പനേനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും എന്താണെന്നല്ലേ. പറയാൻ പറ്റൂല, കുറച്ചായി. അപ്പൊ തമ്പനേനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായും ചെയ്തല്ലോ. അപ്പൊ എന്താണ് കാണുന്നുണ്ടോ? അപ്പൊ ഇതാണ് സംഭവം. പ്രഗ്നന്റ് ആണ്. അപ്പൊ ഒന്ന് പ്രഗ്നന്റ് അല്ല എന്താ പറയല്, പ്രഗ്നൻസി റിവീലിംഗ് ആണ്. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ തീരെ ഒരു അനക്കല്ലാതായി പോയ വീഡിയോ അല്ലേ. എനിക്ക് അപ്പൊ ആർക്കാണ് പ്രഗ്നന്റ് എന്നൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും, മുഖമൊക്കെ കണ്ടപ്പോ ഏകദേശം അല്ലേ. അപ്പോൾ പ്രഗ്നന്റ് വളാട്ട ഞാനെല്ലാവരും തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ പൊണ്ണു പ്രഗ്നൻ്റ് ആണ്. അതാണ് ഓള് ഓള് ഇവിടെ ഇല്ലേനി കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട്. ഓള് ഇങ്ങോട്ട് വരലില്ല, ഓക്ക് വരാനൊന്നും വയ്യല്ലോ. പെരേക്ക് വരാൻ എല്ലാവരും പെരേക്കാണ് പായൽ, പക്ഷെ ഓക്ക് പെരേക്ക് വരാൻ വയ്യാന്ന് അപ്പോൾ പറയും. എന്നിട്ട് പറഞ്ഞു കൊടുക്ക് എന്താണ് സംഭവങ്ങളൊക്കെ എൻ്റെ. അപ്പൊ കൊറേ ആയി ഓള് വീഡിയോയില് വന്നിട്ടോ അല്ലേ. ആദ്യം ഓള് കുറച്ച് ദിവസം ഞങ്ങളിവിടെ വിരുന്ന് നീ ഈ വീഡിയോ ഒക്കെ തുടങ്ങി ഉടനെ, അല്ല യൂട്യൂബ് ചാനൽ തുടങ്ങി ഉടനെ അന്ന് ഓള് വന്നത് ഒരു പെരുന്നാക്ക്, ചെറിയ പെരുന്നാക്കാ തോന്നുന്നുണ്ട്. അന്ന് ഓള് ഞാനും കുറച്ച് ദിവസം ഒപ്പം വിരുന്ന് നിന്നതിനോട് ഓള് ഇങ്ങനെ വീഡിയോയില് വന്ന് ഓക്ക് മടിയൊന്നും ഇല്ലേനി. പക്ഷെ ഇന്ന് ഓക്ക് എത്ര കാട്ടണ്ടേന്ന് അറിയില്ല അല്ലേ. അപ്പൊ ഒരു ചടപ്പ്, എന്താ പറയണ്ടേന്നൊന്നും നോക്കൊരു ഇത് കിട്ടണില്ല. അപ്പൊ സംഭവം ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ട് കുറച്ചായി. ഞങ്ങള് കൺഫേം ആയി 4 മാസമായി. അപ്പൊ ഒന്ന് സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പറയാന്ന് കരുതിക്കാണ്ട് ഇങ്ങനെ പറയാതെ നിന്നതേനി. കുറച്ചായിനപ്പൊ 4 മാസമായി. കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറയാ, പക്ഷെ ചെറുതായിട്ട് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കണ്ട് കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മളെ ഡെലിവറി ഒക്കെ കഴിയാനും വേണ്ടിട്ട് അല്ലേ. അപ്പൊ മൂന്നാമത്താണ് ഓള് ഫസ്റ്റത്തൊക്കെ അവിടെ നീനി മീര ഡോക്ടറാണ് കാണിച്ചത്. അവിടെ 2 ഡോക്ടർമാരുണ്ട്. ഞാൻ മീര ഡോക്ടറാണ് കാണിച്ചത്. ഞാൻ പിന്നെ അവിടെ ഇല്ലേനി. ഞാൻ മാറട്ടെ ഇവളത് നമ്മള് ഉറപ്പാക്കിയിട്ടൊന്നും ഇല്ല. ചെലപ്പോ മാറണം, ഓക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ മാറണോന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ട്. കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാറും. അപ്പൊ ലാസ്റ്റിക്കൊക്കെ ചെലപ്പോ ഞങ്ങള് മാറാൻ ചാൻസ് ഉണ്ട്. ചെലപ്പോ ഇല്ലെങ്കി അവിടെ തന്നെ ആയിരിക്കും ചെയ്യും, ഉറപ്പില്ല. അപ്പൊ ഓക്ക് എന്താ വെരിക്കോസ് അല്ലേ, അതിന്റെ പ്രശ്നം നല്ലോണം ഉണ്ട്. ഇപ്പൊ നല്ല പെയിനും കാര്യങ്ങളൊക്കെ ആണ്. നടക്കാനും ഇരിക്കാനും കിടക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. നോർമൽ ഡെലിവറി നടക്കൂലെന്നൊക്കെ പറയുന്നുണ്ട്. മറ്റേതൊക്കെ നോർമൽ തന്നെ ഏനിട്ടോ. പക്ഷെ രണ്ടാമത്തേനും ഒക്കെ ഉണ്ടായി അന്ന് ഇത്ര ഇല്ല, അന്ന് കുറച്ച് ചെറുതായിട്ടുള്ളൂ. പക്ഷെ ഇതിന് നോക്ക് അന്നും രണ്ടാമത്തേന് എനിക്ക് ഈ ഒരു 4 മാസത്തിലൊന്നും ഇല്ലേനി, ലാസ്റ്റിക്ക്. പക്ഷെ ഇത് എന്ന് പറഞ്ഞാലും ഒക്കെ ഫസ്റ്റിലേ ഉണ്ട് 4 മാസം. അപ്പൊ നല്ലോണം ഉണ്ടേണു. അപ്പൊ ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ നോർമൽ ഡെലിവറി നടക്കൂലെങ്കിൽ അവിടുന്ന് മാറേണ്ടി വരും. എന്താന്ന് അറിയൂല. ഇൻഷാല്ലാ. അപ്പൊ നോർമൽ ആവാൻ വേണ്ടിട്ടൊന്ന് പ്രാർത്ഥിക്കണ്ടി അല്ലേ. എല്ലാരും വീഡിയോ കാണണം, എല്ലാരും പ്രാർത്ഥിക്കണ്ടി. മറ്റതൊക്കെ നോർമൽ തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ പ്രഗ്നൻസി റിവീലിംഗ് ആണ് അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ അല്ലേ. പിന്നെ ഛർദി ഉണ്ടോന്നൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരാളും കൂടി ഉണ്ട് പ്രഗ്നന്റ്. ഇതിപ്പോ ഫുള്ള് ഫാമിലി പക്ഷെ അതിപ്പോ ഞങ്ങള് മടിയാണ്. അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് കുട്ടിയൊക്കെ ആയിട്ട് പറയണ്ട്.
അപ്പോൾ ഞങ്ങളിത് പൊണ്ണൂൻ്റെ തന്നെ കുറച്ചിങ്ങനെ ആവട്ടെ കുറച്ച് അതൊക്കെ കരുതിക്കാണ്ട് ഓള് അവിടെയല്ലേ ഫുള്ള് ഓളുണ്ടായാലേ അധികം ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഉണ്ടായ ഇമ്മമാന്റെ മരണവും അപ്പൊ കൂടി ആയതിനോട് പിന്നെ അയിമക്കൊന്നും വല്ലാതെ ഇത് കൊടുത്തില്ലേനി. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ ഓള് പ്രഗ്നന്റ് ആണ്. ഇമ്മമ്മ എപ്പോഴും ചോദിക്കേനി. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ വീഡിയോ കട്ടാക്കി പോയി. അപ്പോൾ ഉമ്മമ്മൻ്റെ ഒരു ആഗ്രഹം ഇനി ഏതായാലും ഉമ്മമ്മ അറിഞ്ഞ് ഒക്കെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞ് ആ ഉടനെ തന്നെ മരിച്ചും ചെയ്തു. കണ്ടിട്ടില്ല കേട്ടോ. കണ്ട് ഇല്ല. നമ്മൾ അതിലൂടെ സുന്നത്തയച്ച അന്ന് അല്ല കഴിഞ്ഞാരേന് പറഞ്ഞത്. അപ്പൊ കണ്ടിട്ടില്ല. പിന്നെ മരിച്ചും പിന്നെ ഹോസ്പിറ്റലിൽ കണ്ടിനി അന്ന് പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എത്രാമത്താന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പം മൂന്നാമത്താണ്. ഒരു മോളും ഉണ്ട് ഒരു മോനും ഉണ്ട്. അപ്പം മൂന്നാമത്താണ്. കുട്ടികളൊക്കെ സ്കൂളിൽ പോലെ തുടങ്ങിയിരിക്കണ്. ഒരാള് 4ലും ഒരാള്. ഇതിന്റെ ഏട്ടത്തിയാണ് കേട്ടോ. ഞാൻ പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ആരാന്ന് അറിയലുണ്ടാവില്ല. അപ്പൊ ഇതിന്റെ ഏട്ടത്തിയാണ്. കണ്ടാൽ ഞാനാണ് ഏട്ടത്തി എങ്കിലും ഇതാണ് ഏട്ടത്തിയായിട്ട് തോന്നുന്നുണ്ട്. ഇല്ല ഇപ്പോഴും മേലോട്ടെ എല്ലാരും പറയും കേട്ടോ. ഞങ്ങൾ എങ്ങോട്ട് പോയാലും ഏട്ടത്തിയ പരാതിയാണ് അത്. പിന്നെ നമ്മള് മുഖം കണ്ടിട്ട് ഒരേപോലെ തോന്നില്ലല്ലോ. പക്ഷെ എല്ലാരും പറയും ഞങ്ങൾ ഒരേപോലെയാണെന്ന്. ഇന്നാളൊരു ദിവസം എന്നാണ്ട് ചോദിച്ചു സമീറല്ലോ ചോദിച്ചു ഓളോട് പോയാണ്ട് ഞാന് ഫർസാന. ഇന്നലെ ഒരു ചങ്ങായി ചോദിച്ചു പറഞ്ഞില്ലേ ഞാൻ ഇന്നലത്തെ വീഡിയോയില് മിഞ്ഞാന്നത്തെ വീഡിയോയില്. അത് ഇപ്പോൾ ഓളോട് പറഞ്ഞല്ല ആ ചങ്ങായി. അവളൊപ്പം പഠിച്ചാണല്ലോ. എന്നോട് ഇരുപത്തി സ്കൂളിലാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഓളൊപ്പം പഠിച്ചാണ് ഓളോട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇനി വരും വീഡിയോസിൽ ഞങ്ങൾ പുതിയ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം പ്രഗ്നന്റ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് കല്യാണമൊക്കെ വരാണ്ട്. അപ്പോത്തിന് എന്താകുമെന്ന് അറിയില്ല. നിൽക്കൊന്നും അറിയില്ല. കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണ വ്ളോഗും ഉണ്ടാവും കേട്ടോ. കല്യാണം ഇപ്പോഴല്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഇവള് ഓല് പറയുന്നുണ്ട് ഇവളെ ഡെലിവറി കഴിഞ്ഞിട്ട് ആക്ക കല്യാണം എന്ന് പറയുന്നുണ്ട്. അതിന്റെ മുന്നേ ആക്കാന്നും പറയുന്നുണ്ട്. അപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിൽ കഴിഞ്ഞ ഉടനെ തന്നെ ആയിരിക്കും. ഇല്ലെങ്കിൽ അതിന് മുന്നേ ആകുമ്പോ ഇവക്ക് കയ്യലുണ്ടാവില്ല. കാരണം ഇപ്പൊ തന്നെ ഓക്ക് ക്ഷീണാണ്. ഇനിയിപ്പോ കുറച്ചുകൂടി കഴിയുമ്പോത്തിനും പറ്റതാവുമല്ലോ. കഴിഞ്ഞിട്ട് അപ്പോത്തിന് അടുത്ത ഒരാളും കൂടി ഉണ്ട്. ഇവര് രണ്ടാളും ഏകദേശം ഒപ്പാട്ട്. ഇവളാണ് മുന്നില്. അപ്പൊ ഒരാളും കൂടി 4 മാസമായി. അപ്പൊ ഒരാളും കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോ കല്യാണം ആകുമ്പോത്തിന് നമ്മള് വേറെ ആരെ തുടങ്ങും അറിയൂല. വേറെ ആരൊക്കെ ഉണ്ടാവുമെന്നൊന്നും എന്താന്നൊന്നും ഏതായാലും അറിയില്ല. ഒക്കെ പഠിച്ചോന്റെ വിധി പോലെ വരും ഇൻഷാ അല്ലാ. അപ്പൊ ഇനി ഡെലിവറി ഒക്കെ നല്ലപോലെ ആവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ കഴിയുള്ളൂ അല്ലേ. കുഴപ്പമില്ല. ഇനി ഇതും അതുപോലെ ആവട്ടെ. രണ്ടും കുഴപ്പമൊന്നുമില്ല. ഇനി നിന്റേതാണെങ്കിലും നമ്മളത്ര ബുദ്ധിമുട്ടൊന്നും അപ്പൊ ഇതാണ് ഇപ്പൊ ഇത് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഏതായാലും കുഴപ്പമില്ലാതൊക്കെ കഴിയട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളാണെങ്കിൽ ഐസമോള് കേട്ടോളം മൂത്തന്റെ പള്ളിയിൽ കുഞ്ഞുവാവുണ്ടോ പറഞ്ഞ് നടക്കുന്നുണ്ട്. കുഞ്ഞുവാവനെ കാണാൻ വേണ്ടിയിട്ട്. പഠിച്ചവനൊക്കെ ഹൈറാക്കി തരട്ടെ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അല്ലേ. ഒരു പ്രഗ്നൻസി റിവീലിംഗ് ആയിരുന്നു. അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.